നമസ്കാരം, ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ, KM ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തലയ്ക്കുള്ളിലെ രക്തക്കുഴലുകളിൽ വരുന്ന അന്യൂറിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ കുറിച്ചും, അതായത് തലയ്ക്കുള്ളിലെ മേജർ രക്തക്കുഴലുകൾക്കുള്ളിൽ വരുന്ന അതിൻ്റെ ഭിത്തികൾക്കുണ്ടാകുന്ന വീക്ക്നെസ് മൂലം ഉണ്ടാകുന്ന കുമിളകൾ പോലെയുള്ള ഭാഗങ്ങൾ രക്തക്കുഴലുകൾക്കുണ്ടാവുകയും ആ രക്തക്കുഴലുകളുടെ വീക്ക്നെസ് ഉള്ള ഭാഗം അത് പൊട്ടി തലയ്ക്കുള്ളിലേക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്, അതായത് സബ് അരക്നോയിഡ് ഹെമറേജ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സബ് അരക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഇതുവരെ പോലും ഫീൽ ചെയ്തിട്ടില്ലാത്ത ഭയങ്കര അതികാഠിന്യമായിട്ടുള്ള വളരെ പെട്ടെന്നുള്ള ഒരു തലവേദനയായിട്ടാണ് മെജോറിറ്റി ഓഫ് ദി പേഷ്യൻസിലും പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാനോ എടുത്തു കഴിയുമ്പോൾ ഇവരുടെ തലയ്ക്കുള്ളിൽ ഉള്ള ബ്ലീഡിങ്ങിനെ കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ബ്ലീഡിങ് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു അന്യൂറിസം ഉണ്ടോ എന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ അന്യൂറിസം എവിടെയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് ന്യൂറോസർജിക്കൽ ക്ലിപ്പിങ്ങോ അല്ലെങ്കിൽ രക്തക്കുഴലിനുള്ളിലൂടെയുള്ള ചികിത്സയായ എൻഡോവാസ്കുലർ കോയിലിംഗ് അല്ലെങ്കിൽ സ്റ്റെൻറ്റ് അസിസ്റ്റഡ് ഓർ ബലൂൺ അസിസ്റ്റഡ് എംബോളൈസേഷൻ, കോയിൽ എംബോളൈസേഷൻ അല്ലെങ്കിൽ ഫ്ലോ ഡൈവേർട്ടർ സ്റ്റെൻറ്റ് പ്ലേസ്മെൻറ്റ് എന്നിങ്ങനെയുള്ള പല ചികിത്സകളുണ്ട്. ഈ ചികിത്സകൾ ഏത് തന്നെയാണെങ്കിലും ഇത് കഴിയുന്നത്രയും നേരത്തെ എടുക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ തലയ്ക്കുള്ളിലേക്കുള്ള ഈ സബ് അരക്നോയിഡ് ഹെമറേജ് എന്ന ബ്ലീഡിങ്ങിൻ്റെ എമൗണ്ടും ക്വാണ്ടിറ്റിയും കൂടുന്നതനുസരിച്ച് നമ്മുടെ തലയിലുള്ള മറ്റ് രക്തക്കുഴലുകളിലേക്കും അതനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതായത് ആ രക്തക്കുഴലുകളെയും അത് ചുരുങ്ങാനും അതുകൊണ്ട് തലയുടെ ബ്രെയിനിൻ്റെ മറ്റു ഭാഗത്തോട്ടുള്ള രക്തഓട്ടത്തെ അത് ബാധിക്കാനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രോക്ക് പോലുള്ള അവസ്ഥകൾ കൂടി വരാനുമുള്ള സാധ്യതകൾ ഏതൊരു പേഷ്യൻറ്റിനും ഈ ബ്ലീഡിൻ്റെ റിസ്ക് അനുസരിച്ച്, ബ്ലീഡിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതനുസരിച്ച് അതിൻ്റെ റിസ്ക് കൂടി വരും. മിക്ക പേഷ്യൻസിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ ഒരു 3 to 14 ഡേയ്സിനിടയ്ക്ക് അവർക്ക് ഈ ഇങ്ങനെയുള്ള മറ്റ് രക്തക്കുഴലുകൾക്കും ഈ ചുരുക്കം ബാധിക്കുന്ന ഒരു ഇവൻ്റ് ഉണ്ടാകും. അതായത് ഡിലേഡ് സെറിബ്രൽ ഇസ്കീമിയ, മറ്റ് ബ്രെയിനിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കുള്ള രക്തഓട്ടത്തെയും ബാധിച്ച് സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏർലി ആയിട്ട് ഈ അന്യൂറിസത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഏതൊരു പേഷ്യൻസിൻ്റെയും അവരുടെ ജീവൻ രക്ഷിക്കാനും അവരുടെ ബെറ്റർ റിക്കവറിക്ക് സഹായിക്കാനും വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ന്യൂറോ സർജറി, ഇൻ്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി ഉള്ള ഹോസ്പിറ്റൽസിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും നേരത്തെ തന്നെ തേടിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരു പേഷ്യൻസും ചെയ്യേണ്ടത്. ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ മോർട്ടാലിറ്റി കുറയ്ക്കുക എന്നത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് ഈവൻ അവരുടെ ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ്, സോഡിയം എന്നൊക്കെയുള്ളതിൻ്റെ അളവുകൾ കുറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും, അതുപോലെ തന്നെ ഈ ഡിലേഡ് സെറിബ്രൽ ഇസ്കീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനും അതെല്ലാം ട്രീറ്റ് ചെയ്യുകയും, അതുപോലെ ബ്ലഡ് ക്ലോട്ടുകൾ കൊണ്ട് തലയ്ക്കുള്ളിൽ പ്രഷർ കൂടുകയും അങ്ങനെയുള്ളതിനെക്കുറിച്ചുള്ള ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടിയുള്ള സർജിക്കലി പ്ലേസ് ചെയ്യുന്ന എക്സ്റ്റേണൽ വെൻട്രിക്കുലർ ഡ്രെയിൻ അങ്ങനെ പോലുള്ള ന്യൂറോ സർജറി ചികിത്സകളും ആവശ്യമായി വന്നേക്കും. ഇതെല്ലാം ഒരു ഫുള്ളി എൻകോമ്പസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷണൽ റേഡിയോളജി ആൻഡ് ന്യൂറോ ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻറ്റുള്ള ഒരു ടീം വർക്കിലൂടെയാണ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെ സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്.